ഡാർക്ക് നെറ്റ് ലഹരി ശൃംഖല കേസിൽ മൂവാറ്റുപുഴ സ്വദേശി എഡിസണും സഹായി അരുൺ തോമസും വലയിലായതിന് പിന്നാലെയാണ് ഡിയോളും ഭാര്യയും അറസ്റ്റിലാകുന്നത്. ഓസ്ട്രേലിയയിലേക്ക് ലഹരി അയച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഡിയോളും ഭാര്യ അഞ്ജുവും പിടിയിലായത്. ലഹരിയും ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ഡിയോളും എഡിസണും അടുത്ത സുഹൃത്തുക്കളാണെന്ന വിവരവും പുറത്തു വന്നിരുന്നു. തുടർന്നാണ് കെറ്റാമെലോൺ എന്ന ഡാർക്ക് നെറ്റ് ലഹരി ശൃംഖലയിൽ ഇവർക്കും നേരിട്ട് ബന്ധമുണ്ടെന്ന കാര്യം കേന്ദ്ര ഏജൻസിക്ക് വ്യക്തമായത്. പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ കിട്ടിയത്. ലഹരി ഇടപാടിലൂടെ കിട്ടിയ പണം വീടിന് മുന്നിൽ ഉയരുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ എഡിസൺ ഉപയോഗിച്ചതായി വ്യക്തമായിരുന്നു. ഇതേ രീതിയിൽ ലഹരി ഇടപാടിൽ നിന്നും കിട്ടിയ പണം പാഞ്ചാലിമേട്ടിലെ റിസോർട്ടിലടക്കം ഡിയോളും വിനിയോഗിച്ചെന്നാണ് നിഗമനം. കുറ്റകൃത്യത്തിലൂടെ കിട്ടിയ പണം ഉപയോഗിച്ച് പ്രതികൾ സമ്പാദിച്ച ആസ്തിവകകൾ കണ്ടുകെട്ടാനാണ് NCB നീക്കം. എഡിസൺ വിവിധ സംസ്ഥാനങ്ങളിലെ 20ഓളം നഗരങ്ങളിലേക്ക് ലഹരി അയച്ചിട്ടുണ്ട്. NCB അറിയിച്ചത് പ്രകാരം അവിടെയും പ്രത്യേക കേസുകൾ എഡിസണെതിരെ അതാത് സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്യും. എഡിസന്റെ സുഹൃത്ത് വലയത്തിലെ കൂടുതൽ പേർക്ക് കേസിൽ പങ്കാളിത്തമുണ്ടോ എന്നും NCB നോക്കുകയാണ്. എഡിസണിൽ നിന്നും ലഹരി വാങ്ങിയവരുമായി ബന്ധപ്പെട്ടവരുടെ ചില വിവരങ്ങൾ കിട്ടുകയും അവിടെ പരിശോധനകളും അന്വേഷണ സംഘം നടത്തിയിരുന്നു. കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.